ഡിഫറൻ്റ് ആയിട്ടുള്ള കഴിവുകളുള്ളവരൊക്കെ പല ആൾക്കാരെ ഇതുപോലെ കണക്ട് ചെയ്യാനും ലോകം മുഴുവൻ കണക്ടിവിറ്റി ഉണ്ടാക്കാനും ഒക്കെ വേറെ ഏത് ഓപ്പർച്യൂണിറ്റിക്കകത്ത് സാധിക്കും. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. അപ്പോൾ ആ ടീം ബിൽഡ് ചെയ്ത് എൻജോയ് ചെയ്യുക, ഇതിൻ്റെ ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്യുക. നമ്മൾ ടീം ബിൽഡ് ഇരിക്കുന്ന സമയത്ത് പല തമാശകളും വരും, ചിലപ്പോൾ അപ്സെറ്റ് ആക്കുന്ന സാഹചര്യം വരും. ഇതിനെല്ലാം ഒരു തമാശയായിട്ടും എൻജോയ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊന്നും നമ്മൾ വലിയ പേഴ്സണലായിട്ട് കാണുമോ, ഒരാൾ അപ്സെറ്റ് ആയെന്ന് വെച്ചുകൊണ്ടോ അല്ലെ ഒരാൾ ഒരു മിസ്ബിഹേവ് ചെയ്തെന്ന് വെച്ചോ, ഇതൊന്നും നമ്മൾ പേഴ്സണലായിട്ട് എടുക്കാതെ ഇതൊക്കെ നമ്മൾ കൂളായിട്ട് അതൊരു തമാശ പറഞ്ഞ് ചിരിക്കാനുള്ളൊരു സാധനമായിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് എൻജോയ്, ചില ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ടീം ബിൽഡിങ്ങാണ്. ടീം ബിൽഡിങ്ങാണ് ഏറ്റവും രസമുള്ളൊരു കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേറെ എന്ത് സംഭവത്തിനകത്ത് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ വ്യത്യസ്ത, ഇപ്പം ഇതിനകത്ത് ദുബായിൽ നിന്നുള്ളവരുണ്ട്, പല രാജ്യത്തു നിന്നുള്ളവരുണ്ട്, പല സ്ഥലത്തും ജീവിതത്തിൽ ഒരിക്കൽ പരിചയപ്പെടാൻ പോലും ചാൻസ് ഇല്ലാത്ത ആൾക്കാർ, ഡിഫറൻ്റ് ആയിട്ടുള്ള സ്വഭാവമുള്ളവർ, ഡിഫറൻ്റ് ആയിട്ടുള്ള കഴിവുകളുള്ളവർ ഒക്കെ പല ആൾക്കാരെ ഇതുപോലെ കണക്ട് ചെയ്യാനും ലോകം മുഴുവൻ കണക്ടിവിറ്റി ഉണ്ടാക്കാനും ഒക്കെ വേറെ ഏത് ഓപ്പർച്യൂണിറ്റിക്കകത്ത് സാധിക്കും. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. അപ്പോൾ ആ ടീം ബിൽഡ് ചെയ്ത് എൻജോയ് ചെയ്യുക, ഇതിൻ്റെ ഓരോ പ്രോസസ്സും എൻജോയ് ചെയ്യുക.